മൊത്തത്തിലുള്ള ജനസംഖ്യ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലൊരു 7-1 അല്ലെങ്കിൽ 6-1 ആളുകളും നിങ്ങളുടെ ഒപ്പം ഉണ്ട്. അതായത് മൊത്തം മലയാളികളാണെന്നല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ അത് ഫോറിനിൽ നിന്നൊക്കെ നിങ്ങൾ ഷോർട്സിനൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ഒരു 30 ലക്ഷം മലയാളികളെങ്കിലും നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഒരു സിനിമാ നടനോ സിനിമാ നടിക്കോ പോലും കിട്ടാത്തത്ര റീച്ചാണ്. ആ വലിപ്പത്തെ പറ്റി അറിയാണോ? ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ആ ഒരു വലിപ്പം അതിനെപ്പറ്റി അറിയാം. പക്ഷെ അത് കാത്തു സൂക്ഷിക്കൽ ഒരു വലിയൊരു ഇതാണ്, ചുമതലയാണ്. കാരണം ഇത്രത്തോളം ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സ്നേഹം എന്നും നിലനിർത്തിക്കൊണ്ട് പോവാന്നുള്ളതും കൂടി ഒരു വലിയൊരു ചുമതലയാണ്. നീ എന്താ പറഞ്ഞു? അപ്പൊ എന്തായാലും സന്തോഷാണ്. പക്ഷെ എല്ലാവരും തിരിച്ചറിഞ്ഞ് വന്ന് സംസാരിക്കുമ്പോഴെല്ലാം ഒരുപാട് സന്തോഷമുണ്ട്. ആരും അറിയാതിരുന്ന നമ്മളെ ഇത്രയും ആൾക്കാർ അറിയുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷമുണ്ട്. എപ്പോഴെങ്കിലും ഏതെങ്കിലും സ്ഥലത്തേക്ക് ഇപ്പൊ ചില യൂട്യൂബേഴ്സ് ഒക്കെ പറയുന്നുണ്ട് അവർക്ക് മാസ്ക് ഇട്ടിട്ട് ലുലു മാളിൽ പോകേണ്ട അവസ്ഥ വരുന്നുണ്ട്, അല്ലെങ്കിൽ ബുർക്ക ഇട്ടിട്ട് ലുലു മാളിലോ അല്ലെങ്കിൽ കുറെ ആളുകൾ കൂടുന്ന സ്ഥലത്തേക്ക് പോകേണ്ട തിരിച്ചറിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒളിച്ചു ഞങ്ങൾക്ക് ഓരോരുത്തർ തിരിച്ചറിയുന്നത് ഇന്നും അത് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷം. ഞങ്ങൾ സത്യം പറഞ്ഞ ആൾക്കൂട്ടത്തിലേക്ക് ചെല്ലുമ്പോ തന്നെ എത്ര പേര് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട്. നമ്മൾ നോക്കാന്ന് വിചാരിച്ച ചില സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ പറയും, ഇന്ന് അവിടെ പോയാൽ നമ്മൾ എത്ര ആൾക്കാർ അറിയുന്നു നമുക്ക് നോക്കാൻ. ഞങ്ങൾക്ക് അത് ഭയങ്കര സന്തോഷമാണ്. ഓരോ ആളുകളും നമ്മളെ കണ്ട് വർത്താനം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്നും അതൊരു പുതുമയാ. എന്ന് നമ്മൾ ഈ 6 വർഷം മുമ്പ് തുടങ്ങി എന്ന് പറയുന്നില്ലേ, അന്ന് തൊട്ടേ നമ്മൾ ഓരോരോ ആൾക്കാർ ഇങ്ങനെ കൂടി വരുമല്ലോ. അതങ്ങനെയാണല്ലോ അത്. അപ്പൊ ഇന്നും ഞങ്ങൾക്ക് അതൊരു പുതുമയാ. ഇനിയും നാളെ അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ? അതൊരു വീട്ടിലേക്കും ആള് വരുത്തുണ്ട്. അതെല്ലാം നമുക്ക് സന്തോഷമുള്ള കാര്യം. നമ്മൾ അറിഞ്ഞു വരുന്നതാണല്ലോ, നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ അവര് വരുന്നത്. ഒട്ടുമിക്ക ദിവസങ്ങളിൽ ആരെങ്കിലും ഒക്കെ ആയിട്ടുണ്ടാവും. സബ്സ്ക്രൈബേഴ്സോ തീർച്ചയായിട്ടും നമ്മുടെ ഇതില് കടയിൽ വരുമ്പോഴോ ഈ റൂട്ടൊക്കെയാണ്. അപ്പൊ അന്വേഷിച്ച് പിടിച്ച് വരും. അത് ഭയങ്കര സന്തോഷം. ഞങ്ങൾ ചില വീഡിയോയിലൊക്കെ കാണിക്കാറുണ്ട്. ഞങ്ങളില്ലാത്ത സമയത്ത് വരും. എന്നിട്ട് അച്ഛനോടും അമ്മേനോടും നമ്പറെല്ലാം വാങ്ങിപ്പോയിട്ട് ഞങ്ങളെ വിളിക്കും. നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യമാണ്. പണ്ട് ആളുകളുണ്ട്, പണ്ട് ഈ ബേപ്പൂരിലേക്കൊക്കെ ആളുകൾ ഈ ഫർണിച്ചറൊക്കെ മേടിക്കാൻ വരുന്ന സമയത്ത് അവിടെ ഉണ്ടാവുമല്ലോ ബഷീർ. അപ്പൊ എങ്ങനെയായാലും അവിടെ പോയി കാണാനല്ലേ ഞങ്ങൾ ഇവിടെ വന്നിരുന്നു കത്തെഴുതിട്ടൊക്കെ വെക്കുക എന്നൊക്കെ പറയുന്നത്. പുതിയ കാലത്ത് എന്റർടൈൻമെന്റ് ഒരു മീഡിയം കൂടിയാണല്ലോ നിങ്ങൾ. അപ്പൊ നിങ്ങൾ അങ്ങനെ വലിയ കാര്യമാണ്. കൺഗ്രാജുലേഷൻസ്. ഇന്ദ്രൻ എന്തൊക്കെയാണ് കുറെ സിനിമകളിൽ അഭിനയിച്ചു. അഭിനയിച്ചതാണോ വലിയ കാര്യമായിട്ട് തോന്നുന്നത്? സ്കൂളിൽ പോകണ്ടാന്നതാണോ വലിയ കാര്യം? ഏതാ ഇഷ്ടമുള്ള കാര്യം? സ്കൂളിൽ പോവാൻ തന്നെ മടിയാണ്. അമ്മ നിർബന്ധിക്കുമ്പോ പോകുന്നതാണ്. അയ്യോ, ടീച്ചർ ഇതൊക്കെയാണ് ഇപ്പൊ ഇതല്ലോ. ടീച്ചർക്ക് ഇട്ടെടുക്കണ്ട, ടീച്ചർക്ക് മാത്രം നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാല്ലോ. ടീച്ചറെ മാത്രം ഹൈഡ് ചെയ്യാൻ അത് അവര് ചെയ്തോളും. ഹൈഡ് ചെയ്യണ കാര്യം നമ്മളത് ചെയ്തോളും. സെറ്റാ. അങ്ങനെ സ്കൂളിലെ കൂട്ടുകാർക്കൊക്കെ അറിയോ സിനിമയിലൊക്കെ അഭിനയിക്കുന്നു? അറിയില്ല. 2 സിനിമയിലെല്ലാം പറഞ്ഞേ പറയാൻ പറ്റില്ല അല്ലെ. പക്ഷെ ഒരു സിനിമ ഉണ്ട്, അത് പറയാൻ പറ്റില്ല. സസ്പെൻസാ. അത് കണ്ടറിഞ്ഞാ മതി. ഇതൊക്കെ ഇവൻ സ്വയം മനസ്സിലാക്കി പറയുന്നതാണോ അതോ നിങ്ങളുടെ ക്യാച്ച് ചെയ്താണോ? എങ്ങനെയാണ് ഈ ഫ്രേസസ് ഒക്കെ കിട്ടണേ? അറിയില്ല. അത് ഇവൻ എന്തോ അങ്ങനെ ഇവര് സ്വയം എനിക്ക് നമ്മുടെ മുമ്പേ ഇവനിങ്ങനെ ഇപ്പൊ ചെറിയ പ്രായത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ ഈ ഒരു 6 വർഷത്തോളായില്ലേ ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. ഇവനിപ്പോ 7 വയസ്സ്. അവന്റെ പ്രായം ഉണ്ടായത്. അപ്പൊ ആ ഒരു സമയം തൊട്ട് ഈ ക്യാമറയുടെ മുമ്പിൽ നിന്നും പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഇവർക്ക് അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ അതൊരു വലിയൊരു ഭാഗ്യം. നമ്മളിപ്പോ ഈ പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോ നമ്മൾ ഈ ഡയറക്ടേഴ്സ് ഒക്കെ പറഞ്ഞതും ആ ഒരു കാര്യേന്ദ്രന്റെ ആ ഒരു ക്യാമറ ഫിയർ അതില്ല എന്നുള്ളതൊരു വലിയ കാര്യമല്ല. ആളുകളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, മടിയില്ല. ഇവൻ അങ്ങോട്ട് വിട്ടു. നമ്മൾ മറ്റേ ഇതീ പറയുന്നില്ല, അരിശോം പറയുന്നില്ലേ, ഉണ്ണിയെ ഒരു ദിവസം അങ്ങോട്ട് ഇറക്കി വിട്ടാ പിറ്റേ ദിവസം നീ കാണാന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ കൊണ്ട് അങ്ങനെ ചെന്ന് ഇറക്കി കൊടുത്താൽ മതി. പിന്നെ അവരെല്ലാരായിട്ട് കമ്പനി ആയിക്കോളും. പിന്നെ ഞങ്ങളെ വേണ്ട, അവിടെ ഇറക്കി വിട്ടാ പിന്നെ അവിടുത്തെ എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ്. ഞാൻ ഈ ബാക്കി എല്ലാ കുടുംബങ്ങളെയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത് നമുക്ക് ചെയ്യാം. അപ്പൊ എന്റെ കൂടെ വരണം. സതീഷേട്ടാ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്തിയാൽ. തീർച്ചയായിട്ടും വേണമല്ലോ. ഞങ്ങളെന്നില്ല, ഞങ്ങളെ ഈ ഒരു ചാനലിനകത്ത് എല്ലാവരും ഒരുപോലെയാണ്. അപ്പൊ ഈ ബ്ലോഗ് ഫോർ ഫാമിലി ഞങ്ങൾ പറയാറ്. അപ്പൊ അതില് അച്ഛൻ, അമ്മ, ഇപ്പൊ ഇത് എന്റെ അച്ഛനും അമ്മയാണ് ഇവിടെ നിൽക്കുന്നത്. എന്റെ പെങ്ങളുടെ മോനാണിത്. അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇവളുടെ അച്ഛനും അമ്മയും, ചേച്ചി, ഇവളുടെ ഭർത്താവ്, എല്ലാം കൂടി ചേരുന്നതാണ് നമ്മുടെ ഒരു കുടുംബം. പിന്നെ ഈ പറഞ്ഞ 5 ലക്ഷത്തിന് സബ്സ്ക്രൈബേഴ്സും, അതെല്ലാം കൂടിയാണ് ബ്ലോഗ് ഫോർ ഫാമിലി. അപ്പൊ ഇത് എന്റെ അച്ഛൻ,
ഉണ്ണികൃഷ്ണൻ. ഓക്കെ മത്സ്യബന്ധനമാണ് തൊഴില് മത്സ്യബന്ധനം. ഓ പറവൂര്. ആ മത്സ്യബന്ധനം അല്ല പറവൂരായിരുന്നു, എറണാകുളം ജില്ല പറവൂരായിരുന്നു. ആ ഇപ്പൊ 26 വർഷമായിട്ട് നമ്മൾ ഈ നാട്ടില് മണ്ണ് വാരല്, മണ്ണ് വാരൽ പൂഴി വാരൽ എന്നും പറയും. അങ്ങനെ ഈ നാട്ടിൽ വന്ന് അങ്ങനെ ഇവിടെ സെറ്റിൽ ആയി. അതെന്നെ സജഷൻ പറവൂരിന്ന് പോരും ചെയ്തു കണ്ണൂർക്ക് എത്തിയില്ല ആ സ്ലാങ്. അതാണ് സംഭവം. നമ്മള് മൊത്തം ആ നാട്ടുകാർ തന്നെയാണ്. എന്റെ ഭാര്യ ആ നാട്ടുകാരിയാണ്. അപ്പം നമ്മൾ മൊത്തം ജീവിച്ച അവിടെയാണ്. പിന്നെ 26 വർഷം. അപ്പൊ പെട്ടെന്ന് നമ്മള് ആ ലാംഗ്വേജ് മാറൂല. നമ്മുടെ ലാംഗ്വേജ് നമ്മൾ തന്നെ പരസ്പരം സംസാരിക്കുമ്പോ അത് മാറാൻ ചാൻസ് ഇല്ല, ഒന്നും മാറില്ല, മാറ്റാൻ ആഗ്രഹമില്ല. അപ്പൊ അങ്ങനെ തുടരട്ടെ. ഇത് ഞാൻ വീഡിയോസിലേക്ക് കാണുന്നുണ്ട്. ചിലപ്പോ ചേച്ചിയായി കളയും. എന്തായാലും പിന്നെ എന്റെ ഒരു സനിത ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ചെയ്ത് ഇവരുടെ പുറകെ ഇങ്ങനെ പോകും. വീഡിയോസ് എല്ലാം ചെയ്യാറുണ്ട്, വേറെ തന്നെ ചാനലെല്ലാം ഉണ്ട്. സനീസ് വ്ലോഗ് ഇങ്ങനെ പോകുന്നു. കുഴപ്പമില്ല, ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെ ഉണ്ട്. എനിക്ക് എന്തിനാ സന്ദേശം വേണം. എന്നിപ്പോ വിളിച്ച് അങ്ങനെ കൊണ്ടുപോകുന്നതാ. വിളിച്ചിട്ടാണ് വന്നത്. ഇതാണ് അമ്മ. അമ്മേന്റെ പേര് എന്റെ പേര് സലീല. ഓക്കെ ഓക്കെ എല്ലാം സാ ഉണ്ടല്ലേ. അതങ്ങനെ പേരിട്ടു. സലീല, സനിത, സജീഷ്. ഓക്കെ ഓക്കെ ഒരു സാ കുടുംബം. അതങ്ങനെ തന്നെയാണ് കുടുംബം. മകന്റെ ഒരു വളർച്ചയും ഒക്കെ, മകന്റെ ചെറുമകൻ സിനിമയിൽ അഭിനയിക്കുന്നത് സ്വപ്നം കണ്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ? സ്വപ്നം കൂടി കാണാൻ കഴിഞ്ഞിട്ടില്ല നമുക്ക്. അത്രയും സ്വപ്നം കണ്ടാലും സന്തോഷമാണ്, എന്നാലും ഭയങ്കര സന്തോഷം. അത് ഞാൻ സിനിമ ഒന്ന് ഇറങ്ങിയിട്ടൊന്ന് കണ്ടാ മതി എന്നുള്ളൊരു അത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങള്. അതില് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാല് ഇതില് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ആവാൻ, ഞങ്ങള് സാധാരണക്കാരാണ്. പണ്ടേ അങ്ങനെയാണ് നമ്മൾ ജീവിച്ചത്, അങ്ങനെയാണ്. ഇപ്പൊ ഈ സുപ്രഭാതത്തില് നമ്മള് ഇങ്ങനെ ആയി. പക്ഷെ അത് ആ വിജയം ഏറ്റവും ഹീറോ ആരാണെന്ന് അറിയാമോ? ഇവിടെ എന്റെ മോനാ. കാരണം അല്ല, നമ്മൾക്കതിനുള്ള വിദ്യാഭ്യാസം ബുദ്ധിയുണ്ട്, പക്ഷെ അതിനുള്ള വിദ്യാഭ്യാസം നമുക്ക് കിട്ടിയിട്ടില്ല. അതെന്റെ മകനായിട്ട് ദൈവം കൊടുത്ത് ആ മകനിലൂടെ നമ്മുടെ കുടുംബം രക്ഷപ്പെട്ടെന്നല്ല, നമ്മളിങ്ങനെ ജീവിച്ചു. അത് മകളും അതുപോലെ ആകണമെന്നാണ് എന്റെ ആഗ്രഹം. കാരണം വെച്ചാൽ എനിക്ക് 2 കണ്ണാ, ആ 2 കണ്ണ് വരിക പോലെ വെക്കണം. എന്റെ ആഗ്രഹം അത്രേ ഉള്ളൂ. ഞങ്ങളുടെ ഒരു ജീവിതത്തിലേ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനും അമ്മയും. അപ്പൊ അതുപോലെ കടന്നു വന്നവരാണ് ഞങ്ങൾ ജീവിതത്തില്. ഞാൻ പറഞ്ഞില്ലേ, പറവൂരിൽ നിന്നൊക്കെ ഞങ്ങള് ഇങ്ങോട്ട് പോകുന്നതും അതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ് ശരിക്കും പറഞ്ഞാല്. അപ്പൊ അങ്ങനെ വലിയൊരു കാര്യങ്ങളിലേക്ക് കടന്നു വന്നവരാ ഞങ്ങള്. ശരിക്കും പറഞ്ഞാൽ ഒരു ആത്മഹത്യയുടെ വക്കിൽ നിന്ന് കടന്നു വന്നവരാ ഞങ്ങള്. ഈ പറഞ്ഞ ഞാനും എന്റെ അച്ഛനും അമ്മയും ഈ പെങ്ങളും ആ ഒരു കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, മറ്റേ ജോർജ് കുട്ടിയുടെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ ഒരുപാട് പ്രശ്നങ്ങളെ കടന്നു വന്നവരാണ്. കടമ്പോളൊക്കെ കടന്നു. അപ്പൊ അത് നമുക്കൊരു ജീവിച്ചിട്ടാണ് ഇവിടെ നമ്മുടെ വ്യക്തമായ ഞങ്ങൾ എല്ലാവരും കൂടെ ഉള്ള ഒരു പിടുത്തം, മൽപ്പിടുത്തം. ജീവിക്കണം, ഒരു കൂട്ടായ്മയാണ്. ജീവിക്കണം എന്നുള്ള പറ്റാത്, അല്ലാണ്ട് വേറെ ഒന്നല്ല. മരിക്കാൻ കഴിയില്ല, ജീവിച്ച് കാണിച്ചു കൊടുക്കണം.